ചേർക്കാനായിട്ട് തക്കാളിക്കയും മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. നമ്മളതിന് വേണ്ടിയിട്ട് ഒരു 2.5 കിലോ സവാളയാണ് മൊത്തം എടുത്തിട്ടുള്ളത്. കുറച്ച് സലാഡിന് വേണ്ടി മാറ്റിയിട്ട് ഇതിപ്പോൾ 2 കിലോ ഉള്ളി നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് വഴട്ടുവാണ്. ഇതിനകത്തുനിന്ന് കുറച്ച് നമ്മൾ മാറ്റി പിസ്തയാക്കിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. നമുക്ക് നല്ലൊരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് പിസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതിനകത്ത് കോൾ വിന്നറും നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളി വറുത്ത് കോരുവാണ്. വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇതൊരു 2.5 കിലോ ചിക്കനുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ട്. ഇനി ഒരു 50 ഗ്രാം പച്ചമുളകും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ 50 ഗ്രാം പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കിലോ കൈമ റൈസ് കഴുകി വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തക്കാളിക്കയും മല്ലിച്ചെപ്പും പുതിനയും കൂടെ ചേർത്തിളക്കാം. ഇതിപ്പോൾ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ടെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തൈര് ചേർക്കാവേ. ഒരു 2-3 സ്പൂൺ തൈര് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ഇളക്കാം. എന്നിട്ട് തലശ്ശേരി ദം ബിരിയാണിയുടെ മസാലയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് തലശ്ശേരി ദം ബിരിയാണിയുടെ മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ച മസാലയാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി നമുക്കിതിലേക്കൂടെ ചിക്കൻ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഉപ്പും മുളകും എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കനാണ്. നമുക്ക് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആകട്ടെ. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അഥവാ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയായിരിക്കും. ഇതിനകത്തോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാവേ. നല്ലതായിട്ടൊന്ന് ഞെരടി ഇട്ട് വേണം നമുക്കിത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിക്ക് ഭയങ്കര ഒരു ഫ്ലേവറായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. തലശ്ശേരി ദം ബിരിയാണി അധികം മസാലകളൊന്നും ഇല്ലാത്ത നല്ല ഫ്ലേവറുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ബിരിയാണിയാണിത്. നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാം ഇത് കൂട്ടി ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് ചിക്കൻ നന്നായിട്ട് വേകട്ടെ. നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇറക്കാം. എന്നിട്ട് നമുക്ക് അരി വെക്കാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. പാത്രം വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓൾ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. 4 ഏലക്ക ഇട്ടിട്ടുണ്ട്. ബാക്കി ഒരു 4-5 ഗ്രാമ്പൂ കറുകപ്പട്ട അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് മൂക്കട്ടെ. ഇനി നമുക്ക് ഇച്ചിരി ഗോൾഡ് വിന്നർ എണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇത് മതിയാവേ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാവേ. നമ്മളിതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ഞാനൊരു 2.25 കപ്പ് 300 ml കപ്പിന് 2.25 കപ്പ് അരി അളന്ന് വെച്ചിട്ടുണ്ട്. അതിനൊരു 1.5 കപ്പ്, 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കാൻ. ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതി വേണം ഉപ്പിട്ട് കൊടുക്കാനേ. എന്നാലേ നമ്മുടെ അരി വെന്ത് വരുമ്പോഴത്തേന് കറക്റ്റ് ഉപ്പാകത്തുള്ളേ. ഈ അരിയുടെ വെള്ളം ഒന്ന് ചൂടായി കിട്ടാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വാർത്ത അരിയും കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അധികം തീയൊന്നും ഇട്ട് കൊടുക്കണ്ട. ചെറിയ കനലിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മളതിൻ്റെ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചോറിനകത്തോട്ട് കറക്റ്റ് ഉപ്പ് പിടിക്കത്തുള്ളേ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നടച്ച് വെച്ച് വേവിക്കാം.
ഇനി നമുക്ക് അടച്ച് വെച്ച് ഉപയോഗിക്കാം. ചോറെല്ലാം വെന്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ അടിയിലിട്ടിട്ട് നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ചോറ് ഇതിൻ്റെ മണ്ട ഇത് എല്ലാം ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് പാലും മഞ്ഞൾപ്പൊടിയും കൂടാണ്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിക്ക് പകരം കുങ്കുമപ്പൂ വേണം ചേർക്കാം. എനിക്കിപ്പം മഞ്ഞൾപ്പൊടിയേ ഉള്ളൂ. അത് കാരണം നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും പാലും കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി പുതിനയും മല്ലിയിലയും കൂടി ഇട്ടാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പിസ്തയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാവേ. നമ്മളിതിൻ്റെ ദം ചെയ്ത് വെച്ചേക്കുവാണേ. നമുക്ക് ദം പൊട്ടിക്കാറായി. പൊട്ടിക്കാവേ. നല്ലതായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറുണ്ട്. നമുക്ക് ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളിപ്പം ചോറും ചിക്കനും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സെർവ് ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. സെർവ് ചെയ്യുന്നത് ഇത് നമുക്ക് 3-4 പേർക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ.